ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിഡ്സ് അക്കാദമി ട്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റാണ്. അതിലെ ആദ്യത്തെ പാഠഭാഗമാണ് കേട്ടോ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും അല്ലേ? അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ പാഠത്തിൽ അല്ലേ പറഞ്ഞു വെക്കുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും? ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ടാവാം അല്ലേ? ഫസ്റ്റ് തന്നെ നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം കൊടുത്തിരിക്കുന്നത് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ ചെറിയൊരു ഭാഗമാണ്. എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? എന്താണ്? ഇന്നൊരു കഥ പറയാം, അയാൾ പറഞ്ഞു. എന്ത് കഥയാ വേണ്ടത്? ചോദിക്കുക അല്ലേ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അതൊരു ക്ലാസ് മുറിയാണ്. അവിടെ ആരൊക്കെയുണ്ട്? കുട്ടികളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പറയാണ്, ഇന്നൊരു കഥ പറയാം, അയാൾ പറഞ്ഞു. എന്ത് കഥയാ വേണ്ടത്? കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി. സാർ സാർ, സുറുമയിട്ട പെൺകുട്ടി കൈ ഉയർത്തിക്കാട്ടി. പറയൂ, രവി പറഞ്ഞു. അപ്പം സാറിന്റെ പേരെന്തായിരിക്കാം? രവി എന്നായിരിക്കാം അല്ലേ? അപ്പം സാറ് പറയാണ്, രവി പറയാണ്. കുട്ടികൾ ഇങ്ങനെ പറയാണല്ലേ, ആവേശമായി അവർക്ക്. കഥ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ആവേശമായി. അപ്പൊ പറയാണ്, പറയൂ. സാറ് പറയാണ്, പറയൂ. അപ്പൊ പറയാണ്, സാർ, ആരും ചാകാത്ത കഥ. എന്ത് കഥയെ വേണ്ടത് അവർക്ക്? ഒരു കുട്ടി പറയാണ്, അവർക്ക് ആരും ചാകാത്ത കഥയെ കുറിച്ച് അറിയണം പോലും. രവി ചിരിച്ചുപോയി. അവൾ തുടുത്തു. എന്താ പേര്? രവി ചോദിച്ചു. കുഞ്ഞാമിന. ശരി, രവി പറഞ്ഞു. രവി കഥ പറയാനൊരുങ്ങി. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ വളരെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കഥ മാത്രമല്ല, എന്തുമായിക്കൊള്ളട്ടെ അല്ലേ? വൈകാരികമായിട്ടുള്ള എന്ത് കാര്യമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് എന്ത് വേണം? ഭാഷ വേണം അല്ലേ? അതും എന്ത് തന്നെ വേണം? നമ്മുടെ മാതൃഭാഷ വേണം. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ മുതലേ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന എന്താണ്? നമ്മുടെ മാതൃഭാഷയാണ് അല്ലേ? ആ മാതൃഭാഷ വേണം നമുക്ക് എന്തും ആശയവിനിമയം നടത്താനായിട്ട്. അപ്പം ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണ് തുടക്കം തന്നെ ചെറിയൊരു ഭാഗം അല്ലേ, ഒരു ചെറിയ നോവലിൻ്റെ ചെറിയൊരു ഭാഗം കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ യൂണിറ്റിലുടനീളം ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതും മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന്. അപ്പം നമുക്ക് ഈ യൂണിറ്റിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഒന്ന് പരിചയപ്പെട്ടാലോ? മലയാള ഭാഷയുടെ പിതാവും ഭക്തിപ്രസ്ഥാനം, കിളിപ്പാട്ട് പ്രസ്ഥാനം എന്നിവയുടെ ഉപജ്ഞാതാവും പ്രാചീന കവിത്രയത്തിലെ പ്രമുഖനുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലെ ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അല്ലേ? ആ പാഠത്തിന്റെ പേരെന്താണ്? ആ ഭാഗത്തിന്റെ പേരെന്താണ്? കഥകളതി മോഹനം. എന്താണ്? കഥകളതി മോഹനം അല്ലേ? എന്തായിരിക്കാം ഇതിൽ പറയുന്നത്? ഒരു തത്തമ്മേന്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? എഴുത്തച്ഛനെ കുറിച്ച് പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. എന്തായിരിക്കും കിളിപ്പാട്ട് പ്രസ്ഥാനം? ചോദ്യങ്ങൾ ചോദിച്ച് കിളിയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്ന ഒരു രീതിയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ ഉപജ്ഞാതാവായിരുന്നു നമ്മുടെ എഴുത്തച്ഛൻ. അതിലെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലെ ചെറിയൊരു ഭാഗമാണ് കഥകളതി മോഹനം എന്ന പാഠഭാഗം. ഇതിൽ തുടക്കം തന്നെ ചെറിയ 4 വരികൾ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ 100 വർണ്ണങ്ങൾ ഭാഷയുടെ ചിറകിലും. കിളി എത്ര മനോഹരമായിട്ടാണ് കഥ പറയുന്നത്. അത് ഭാഷയിലേക്ക് എത്തിച്ചേരുമ്പോൾ, ഭാഷയായി തീരുമ്പോൾ അല്ലെ, എഴുതപ്പെട്ട് കഴിയുമ്പോൾ എത്ര മനോഹരമായിരിക്കാം എന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കിളിയെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയാണ് അല്ലെ കിളിപ്പാട്ട് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? കിളിയെ വളരെ സ്നേഹത്തോടു കൂടി തൻ്റെ അരിയിലേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറഞ്ഞാലും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ തൻ്റെ അരികത്തേക്ക് കിളിയെ വിളിച്ച് ഇരുത്തിയിരിക്കുകയാണ് ആര്? എഴുത്തച്ഛൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? കവിത വായിക്കാം, അതിന്റെ ആശയവും പറഞ്ഞു തരാം. പഞ്ചവർണ്ണ കിളി പെൺകിടാവെ തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്ക പറക നീ. എന്താണ് പറയുന്നത്?
ആ നമ്മുടെ തത്തമ്മേനെ പഞ്ചവർണ്ണക്കിളി എന്നൊക്കെ വിളിക്കുകയാണല്ലേ. 5 വർണ്ണങ്ങൾ ചേർന്ന പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ, എന്താ പറയുക, എന്താ പറയുന്നത്? എൻ്റെ 2 ചെവിയും കുളിർക്കെ, എനിക്ക് സന്തോഷമാകുന്ന രീതിയിലല്ലേ, എൻ്റെ 2 ചെവിയും കുളിർക്കെ നീ പറയുക. എന്താ പറയേണ്ടത്? നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി. കിളിയെ തൻ്റെ അടുക്കൽ വിളിച്ചിരുത്തി കഥ പറയിപ്പിക്കുന്നതിന് മുമ്പ് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭോജ്യങ്ങൾ കൊടുത്ത് അതിനെ സന്തോഷിപ്പിക്കുകയാണ് ഇവിടെ എഴുത്തച്ഛൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അതാണ് പറഞ്ഞിരിക്കുന്നത്, നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നതു ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറുമിളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം. അല്ലേ, ആ കഥ അത്രത്തോളം മധുരമുള്ളതായിരിക്കണം. കിളിയുടെ വായിൽ നിന്ന് വരുന്ന ആ കഥ അത്രത്തോളം മധുരവും അത് ഭാഷയിലേക്ക് പകർത്തുന്ന സമയത്ത് അത്രത്തോളം രസകരവും ഒക്കെ ആയിരിക്കണം അല്ലേ. അതുകൊണ്ട് തന്നെ ഈ കഥ പറയിപ്പിക്കുന്നതിന് മുമ്പ് കിളിക്ക് കവി എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി അല്ലെ, കുറുക്കി കൊഴുത്ത പാലിൽ എന്താണ്? പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി. പിന്നെ എന്താണ്? കദളിപ്പഴങ്ങളല്ലേ, നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞ് എന്താണ് മെല്ലെ തിരുമ്മി ഉടച്ചതിൽ തേനും വീഴ്ത്തി. എന്ത് രസമുള്ള ഭോജനമാണല്ലേ കിളിക്ക് കവി കൊടുത്തിരിക്കുന്നത്. വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ, നല്ല മധുരമൊക്കെ ഉണ്ടാവാനായിട്ട് ശർക്കരയെല്ലാം പൊടിച്ചിട്ട് വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ. എന്തിലാ വെച്ച് കൊടുത്തിരിക്കുന്നത്? വെള്ളിത്തളികയിലാണ്. ഓരോന്നും വേറെ വേറെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? അതെടുത്ത് ഭുജിച്ചാലും അതെടുത്ത് കഴിച്ചാലും എന്ന് എഴുത്തച്ഛൻ ആരോട് പറയുന്നു? നമ്മുടെ പഞ്ചവർണ്ണ കിളിയോട് പറയുകയാണ്. നിനക്കിനി ഇഷ്ടമുള്ളതുപോലെ, ഇഷ്ടമുള്ളത് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് കഴിച്ചോളൂ. ദാഹമുണ്ടെങ്കിൽ എന്ത് കുടിക്കാനാ പറയുന്നത്? നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും അല്ലേ. നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരുമുണ്ട്, പാലുമുണ്ട്, മധു തേനുമുണ്ട്. ഇതെല്ലാം നീ കുടിച്ചോളൂ. എന്നിട്ട് എന്ത് പറഞ്ഞു തരണം എനിക്ക്? ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അതിനെനിക്ക് ഉത്തരം പറഞ്ഞു തരണം. ഇതാണ് നമ്മുടെ കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്തിലെ ആദ്യ കുറച്ച് വരികളിൽ പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ ആശയം ഇതാണ്. മനസ്സിലായോ മക്കൾക്ക്? ഇനി അടുത്ത ഭാഗം വരുന്നുണ്ട്. അതിലാണ് ശരിക്കും കഥ നടക്കുന്നത്. അതിലാണ് ശരിക്കും കിളിയോട് എഴുത്തച്ഛൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം കിളി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചാലോ? അപ്പം മക്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. ഒരുപാടൊന്നുമില്ല, വളരെ ചെറിയൊരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മൾ സാധാ രീതിയിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, വെറുതെ ഒന്ന് വായിച്ചു വിട്ടാൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും മക്കൾ ഇത് നന്നായിട്ട് വായിച്ചിട്ടിരിക്കുക. ബാക്കി വരികളുണ്ട്, അതും കൂടെ ഒന്ന് വായിച്ചിട്ടിരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.